എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. കുറേ ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് കുറച്ച് നേരം നിങ്ങളുമായിട്ട് ഒരു കാര്യം ഒന്ന് സംസാരിച്ചാലോ എന്ന്. മറ്റൊന്നുമല്ല, നമ്മളുടെ അടുക്കള വിശേഷങ്ങൾ തന്നെയാണ്. അപ്പൊ ഞാൻ ഈ കമന്റ്സുകളിലൂടെ കൂടുതൽ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു അടുക്കള എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, ഭയം, ഇഷ്ടക്കേട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ മക്കളെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ നമ്മൾ നമ്മളുടെ അടുക്കളയും സ്നേഹിക്കുക. അങ്ങനെ സ്നേഹിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ല നല്ല വിഭവങ്ങൾ അവിടെ ഉണ്ടാക്കുവാനും നല്ല നല്ല ഈ പറഞ്ഞ മാതിരി രുചികരമായിട്ടുള്ള ആഹാരം മറ്റുള്ളവർക്ക് വിളമ്പുവാനും സാധിക്കും എന്നുള്ളതാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. കാരണം പലവരുടെയും ഒരു ചിന്ത എന്ന് വെച്ചാൽ ഇന്ന് അതുണ്ടാക്കാൻ വലിയ പാടല്ലേ, അത് നമുക്ക് അത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉള്ള, അതായത് കിച്ചനെ ഒരു തരം അടുക്കളയെ നമ്മൾക്ക് ഒരു ഭയം പോലാണ്. ശരിക്കും അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മക്കളെ എങ്ങനെ സ്നേഹിക്കുന്നോ അതുപോലെ നമ്മളുടെ അടുക്കളയും സ്നേഹിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ. ആദ്യം ചെയ്യേണ്ടത് ഒരു കാര്യം മെയിൻ ആണ് കേട്ടോ. എപ്പോഴും നമ്മൾ അടുക്കള നല്ല അടുക്കും ചിട്ടയോടും കൂടി തന്നെ വെക്കണം. അപ്പൊ ഏത് സാധനം എവിടെ ഇരിക്കണം എന്ന് നമുക്കൊരു ഗ്രാഹ്യം വേണം. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ എന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഞാൻ കിച്ചണിലേക്ക് വരുമ്പോഴേക്ക് എന്തുണ്ടാക്കും, ഇന്ന് എന്തുണ്ടാക്കും എന്നൊക്കെ ഉള്ളത് ഒരു ചിന്ത തന്നെയാണ്. അപ്പൊ ഇപ്പോഴാണെങ്കിലും മോള് കോളേജിലേക്ക് പോയി, നിസാർക്കാണെങ്കിൽ അവിടെ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പിള്ളേരാരും ഇവിടെ ഇല്ല. അപ്പൊ ഞാനിങ്ങനെ ഇന്ന് എന്തുണ്ടാക്കും എന്ന് കരുതി അടുക്കളയിലേക്ക് വന്നപ്പോ എന്റെ കണ്ണുടക്കിയത് ഇതിലേക്കാണ്. ഉപ്പിലിട്ട നെല്ലിക്ക. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യണത് കേട്ടാ. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി എന്നാ പിന്നെ ഇത് വെച്ചിട്ട് ഉള്ള റെസിപ്പികൾ ഇന്ന് തയ്യാറാക്കിയാലോ. അപ്പം എന്തുകൊണ്ടും നല്ലൊരു സംഭവം തന്നെയാണ് ഇത്. ഇതുപോലെ നിങ്ങൾക്കും നല്ല നല്ല വെറൈറ്റി ആയിട്ടും രുചികരമായിട്ടും ഉള്ള ഭക്ഷണം ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ അടുക്കളയിൽ എന്താണോ നിങ്ങൾ കയറി വരുമ്പോൾ കാണുന്നത് അത് വച്ചിട്ട് നമുക്ക് പുതിയ പുതിയ വെറൈറ്റി ഐറ്റംസ് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് അടുക്കള വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ മെയിൻ ഘടകം എന്ന് പറയുന്നത് നമ്മൾ അടുക്കളയെ കുഞ്ഞുങ്ങളെ പോലെ നമ്മളുടെ മക്കളെ പോലെ നമ്മൾ സ്നേഹിക്കണം. അപ്പൊ താനേ ഇതെല്ലാം വരും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരാഴ്ച അങ്ങനെ ചെയ്തിട്ട് എനിക്കൊന്ന് കമന്റ് ചെയ്യണേ. എന്തായാലും ഞാൻ വർത്തമാനം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഞാൻ ആദ്യം തന്നെ തേങ്ങ അരച്ച മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കപ്പ് തേങ്ങയും 4 ചുവന്നുള്ളിയും 2 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഞാനിത് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പം ആദ്യം നമ്മൾ വെള്ളവും ചേർക്കണ്ട കേട്ടോ. വെള്ളം ചേർക്കാതെ നമുക്ക് ഇതൊന്ന് തരിപ്പായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വേണം എടുക്കാം. അപ്പൊ പാകത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക്. ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്ത് ഒന്ന് അടപ്പ് തുറന്ന ശേഷം നമുക്ക് ഇതിലേക്ക് ഏകദേശം 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. മഷി പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ എന്താ അരച്ചെടുത്തിട്ടുണ്ട്. മൺചട്ടിയിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണില് കടുകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നീളത്തിൽ അരിഞ്ഞത് ഓരോ ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഇതുപോലെ ഒന്ന് മൂപ്പിച്ചു കൊടുക്കണം. അപ്പം പല തരത്തില് തേങ്ങ അരച്ച മീൻകറി ഞാൻ ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മീൻകറി തന്നെയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിത് വഴറ്റാൻ. അപ്പൊ ഞാൻ പകുതി തക്കാളിയും 3 പച്ചമുളക് നെടുകെ കീറിയതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ ആ ഇളക്കി ഒരുപാട് അങ്ങ് വഴലേണ്ട ആവശ്യമില്ല കേട്ടാ. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇട്ടുകൊടുത്ത ശേഷം നമുക്ക് ഇനി ഈ മിക്സിയുടെ ജാറിൽ തന്നെയാണ് ഞാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ മീൻകറി ഉണ്ടാക്കുമ്പോൾ തേങ്ങ ചേർക്കാവുന്ന കറിയാണെങ്കിൽ തേങ്ങയുടെ അളവ് കൂടരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പൊ ഇതുപോലെ ഇളക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ചുകൂടി വെള്ളം വേണം. അപ്പൊ പാകത്തിനുള്ള വെള്ളം കൂടി നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ പുഡിങ് കണക്കിരിക്കും തേങ്ങ ജാസ്തി ആയാലേ കേട്ടോ. അപ്പൊ അതുകൊണ്ട് കണക്കിന് മാത്രമേ നമ്മൾ തേങ്ങ ഇതിലേക്ക് ചേർക്കാവൂ. അപ്പൊ ഞാൻ പാകത്തിന് വീണ്ടും ഒന്ന് ഉപ്പിട്ട് കൊടുക്കണം, ഉപ്പ് കുറവ് പോലെ തോന്നിയതുകൊണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പൊ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ അടപ്പൊന്ന് മാറ്റി കണ്ട നന്നായിട്ട് തിള വരുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ അതിന്റെ ആ ഒരു തേങ്ങയുടെയൊക്കെ പച്ച ചുവയൊക്കെ മാറിക്കിട്ടും ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വെട്ടി തിളയ്ക്കുമ്പോഴേക്ക്. അപ്പൊ ഇനിയാണ് നമ്മൾ ഇതിലേക്ക് മീന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ പാര മീനാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പാരമീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ മസാല പിടിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി.
ഇനി നമുക്ക് ഇതിലേക്ക് കൊടംപുളി വേണം. അപ്പൊ ഞാൻ സാധാരണ പിഴിപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലിപ്പോ ഞാൻ കൊടംപുളിയുടെ ഒരു 4 ചെറിയ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം പുളി ഉള്ള പുളി തന്നെയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ഞാനൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പൊ ഒരു 3-4 മിനിറ്റ് ആവുമ്പോ തന്നെ റെഡിയാക്കി കിട്ടും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഉപ്പിലിട്ട നെല്ലിക്കയാണ് അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് പോണത്. അപ്പൊ നമ്മളെ വീട്ടില് ഉപ്പിലിട്ട നെല്ലിക്കയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള കിഡു ഐറ്റംസ് ഒക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതാ കണ്ടോ. അപ്പൊ ഞാൻ ഇതിലിപ്പം 1 നെല്ലിക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് തോന്നും 1 നെല്ലിക്ക കൊണ്ട് ടേസ്റ്റ് ഉണ്ടാവുന്നു. തീർച്ചയായിട്ടും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പൊ ആ 1 നെല്ലിക്ക നമുക്ക് ഞാൻ അടപ്പൊന്ന് മാറ്റിയ ശേഷം ഇതിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാണ്. എപ്പോഴും നെല്ലിക്ക കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുരു അതിലേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിച്ചേക്കണം കേട്ടോ. കാരണം മീൻകറി നമ്മൾ ഉൾപ്പെടെയുള്ളവര് നമ്മളിത് കഴിക്കുമ്പോൾ കുരു ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓർക്കത്തില്ല. തൊണ്ടയിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ കുരു മാറ്റിയിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. പ്രത്യേകിച്ച് മക്കളൊക്കെ ഇത് കഴിക്കുന്ന ഐറ്റംസ് ആയിരിക്കുമല്ലോ. അപ്പൊ നെല്ലിക്ക കട്ട് ചെയ്ത് എല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഉപ്പിലിട്ട നെല്ലിക്ക കാണുമ്പം വായില് വെള്ളം വരുന്ന എത്ര പേരുണ്ട്. അപ്പൊ നമ്മൾ പച്ചമാങ്ങയ്ക്ക് പകരമാണ് ഞാനിപ്പോ ഇവിടെ നെല്ലിക്ക ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്തെങ്കിലും ഇതുപോലെയുള്ള വിഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചാണ് റെഡിയാക്കുന്നത്. ഇപ്പൊ നമുക്ക് അടച്ചിട്ട് ഒരു 2 മിനിറ്റ് അത്രയും മാത്രം മതി. 2 മിനിറ്റിന് ശേഷം ഞാൻ അടപ്പൊന്ന് മാറ്റിയിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ്. നല്ല കിടുക്കാച്ചി പുളിയൊക്കെ ഇറങ്ങിയ ഒരു സൂപ്പർ മീൻകറിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് ചോറിന് മാത്രമല്ല കേട്ടോ, പലഹാരത്തിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പൊ ഞാൻ ആ മീൻകറി ഒന്ന് മാറ്റി വെക്കാൻ കണ്ടോ. അതിങ്ങനെ തിള വരുന്നത് കാണുമ്പോ തന്നെ മനസ്സിലാവും. ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ഈ തിള വരുന്നത് കാണുമ്പോ തന്നെ മനസ്സിലാവും. നല്ല അടിപൊളി നെല്ലിക്ക ഇട്ട മീൻകറിയാണ്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത് ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മസാലയൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പൊ പലരും എൻ്റെ അടുത്ത് പറയും ഇങ്ങനെ മസാല ഉണ്ടാക്കുമ്പോൾ കുറച്ച് പുളിവെള്ളം കൂടി ചേർത്തിട്ട് ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അതൊക്കെ ഈ പറഞ്ഞ മാതിരി ചിലർക്ക് അത് ഇഷ്ടമായിരിക്കും, പുളിയുടെ ആ ഒരു ഇത്. അപ്പൊ ഞാനിപ്പം അത് ഒഴിവാക്കിയിട്ടാണ് ഇതാ മീനിൽ മസാല പുരട്ടി വെക്കുന്നത്. അപ്പം മസാല പിടിക്കാനായിട്ട് ഞാൻ അടച്ച് മാറ്റി വെക്കാണ് ചെയ്യണത്. അപ്പൊ ഞാൻ ഫ്രിഡ്ജിലേക്ക് നോക്കിയപ്പോഴേക്ക് വെണ്ടയ്ക്ക കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് വെച്ചിട്ടാണ് അടുത്ത റെസിപ്പി തയ്യാറാക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കടുകും നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, ക്യൂമിൻ സീഡ്, കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് വെണ്ടയ്ക്ക ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞത് കനം കുറച്ചിട്ടല്ലേ ഈ ഒരു കട്ടിയിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ വെണ്ടയ്ക്ക വഴറ്റിയെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പൊ ഹൈ ഫ്ലെയിമിൽ ഇട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതും അതിന്റെ ആ മിഴുമിഴുപ്പ് കൂടുതലായിരിക്കും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ ആ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്ന ആ ഒരു ടൈമിൽ ഞാനിവിടെ 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അപ്പൊ അത് സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്. എല്ലാം ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒന്ന് വെന്ത ശേഷം ഞാൻ ഇതിലേക്ക് 1/2 തക്കാളിയും 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പൊ പെട്ടെന്ന് നമുക്ക് വെണ്ടയ്ക്ക വീട്ടിലുണ്ടെങ്കിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി മസാല തോരനാണിത്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒന്ന് വഴറ്റിയ ശേഷം ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പൊ തേങ്ങയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ എത്രയാണോ വെണ്ടയ്ക്ക എടുക്കുന്നത് അതിനനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നേരത്തെ ഞാൻ മീൻകറിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ തേങ്ങയുടെ അളവ് കൂടരുത്, എനിക്ക് ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പൊ നമ്മളുടെ വെണ്ടയ്ക്ക മസാല തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിഡു ടേസ്റ്റ് ആണ് കേട്ടോ. അത് നമ്മൾ ഈ ഉണ്ടാക്കിയ ഉടൻ തന്നെ കഴിക്കുമ്പോൾ എന്ത് രുചിയാണെന്നറിയോ. ഇപ്പൊ നമ്മുടെ കയ്യിൽ കുറച്ച് വെണ്ടയ്ക്ക ഉള്ളെങ്കിലും നമുക്ക് നല്ല ലാവിഷായിട്ട് ഇതുപോലെയുള്ള തോരൻ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ വെണ്ടയ്ക്ക കൊണ്ട് തന്നെ ഞാൻ അടുത്തൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാണ്. ഒരു 1/4 ടീസ്പൂണിൽ താഴെ ചെറിയ ജീരകവും 1/4 ടീസ്പൂണിൽ താഴെ തന്നെ ഉലുവയും കൂടി പൊട്ടിച്ചു കൊടുക്കും. പിന്നെ ഒരു 3-4 വറ്റൽമുളകും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകൊക്കെ ഇട്ടെടുക്കുമ്പോഴാണ് ഇതിന് നല്ല ഒരു കളറും ടേസ്റ്റും കിട്ടുന്നത്. പിന്നെ ഇതുപോലെ തന്നെ വെണ്ടയ്ക്ക വട്ടത്തിൽ അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതും ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്.
ഇതോടൊപ്പം തന്നെ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നീളത്തിലോ കുഞ്ഞായിട്ടോ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ വെണ്ടയ്ക്ക. മൂടി വെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ 2 നെല്ലിക്കയാണ് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ നെല്ലിക്ക കുരു കളഞ്ഞ് ഞാൻ കട്ട് ചെയ്തെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ വെറൈറ്റി കറികളൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെയാണ് തയ്യാറാക്കണം കേട്ടോ. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇളക്കിയെടുക്കണം. അപ്പൊ ആ വെണ്ടയ്ക്കൊക്കെ നല്ല മൊരിഞ്ഞു വരുന്നുണ്ട്. ഓവറായിട്ട് മൊരിയേണ്ട ആവശ്യമില്ല. 1 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകത്തിന്റെ പൊടി, മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും എടുത്തിട്ടുണ്ട്. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാണ്. അപ്പൊ ഒന്ന് തണുത്ത ശേഷം ഞാനിവിടെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ആ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒന്ന് തണുത്ത ശേഷം മാത്രമേ നമ്മൾ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ. അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാല് പിരിഞ്ഞു പോകും. അപ്പൊ ഇതാ നന്നായിട്ട് അടി ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പൊ ഇത് ഇരിക്കും തോറും ഇതിന്റെ കളർ നല്ല ഒരു മഞ്ഞ കളറായിട്ട് വരും കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പോ ഉണ്ടാക്കിയ ഉടൻ തന്നെ ഇതാ ഒരു മൺചട്ടിയിലേക്ക് അതൊന്ന് മാറ്റുവാണ്. നല്ല കിഡു വെണ്ടയ്ക്ക മോരുകറിയാണ്. അപ്പൊ ട്രൈ ചെയ്യാത്തവര് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഉപ്പിലിട്ട നെല്ലിക്ക തന്നെയാണ്. അപ്പൊ ഞാൻ ഇതാ ഇരുമ്പ് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് മീനൊന്ന് പൊരിച്ചെടുക്കാനായിട്ട് പോവാണ്. അപ്പം നമ്മൾ ഇരുമ്പ് ചട്ടിയിലൊക്കെ നമ്മൾ മീൻ പൊരിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ അത് ഞാൻ പൊരിക്കാൻ വെച്ച ശേഷം തൈര് മോര് എടുക്കണം കേട്ടോ. തൈരിനെ ഉടച്ച് വെള്ളമൊക്കെ ഒഴിച്ചതാ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഞാൻ മെയിൻ ആയിട്ട് ചേർക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ കാന്താരി മുളക് ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പൊ എന്റെ കയ്യിൽ കുറച്ച് കാന്താരി മുളക് ഇരിപ്പുണ്ടായിരുന്നു. അത് ചതച്ചെടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ടുകൊടുത്ത ശേഷം ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പൊ രാവിലെ നമ്മള് ഇതുപോലെ മോര് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കാൻ നല്ല കിഡു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതിനിടയിലെ മീന് ഒരു സൈഡ് റെഡി ആയപ്പോ പതുക്കെ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പൊ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ മീന് പൊരിച്ചെടുക്കുന്നത്. അപ്പൊ നല്ല ഒരു നാടൻ മണവും നല്ല ഒരു മണമാണ് വരുന്നത് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ. അപ്പൊ ലാസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. അപ്പൊ നല്ല കിഡും ടേസ്റ്റ് തന്നെ ആയിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല നാടൻ കറികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെണ്ടയ്ക്ക നെല്ലിക്ക മോരുകറിയും നല്ല നെല്ലിക്കയിട്ട മീൻ കറിയും, അതുപോലെ തന്നെ വെണ്ടയ്ക്ക മസാല തോരനും, പിന്നെ മീൻ പൊരിച്ചതും, നല്ല കുത്തരി ചോറും എല്ലാം കൂട്ടിക്കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള വിഭവങ്ങളാണ് ഇങ്ങനെ നാടൻ കറികൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ നല്ല നാടൻ കറികൾ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്റെ ലഞ്ച് റെസിപ്പീസില് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം ആ മോരൊന്ന് കുടിക്കുമ്പോഴാണ് അടിപൊളിയാവണത്. നമ്മളുടെ വയറും നല്ലൊരു തണുപ്പുണ്ടാകും, മനസ്സും തണുക്കും. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനോ ഒന്നും മറന്നു വരുതേ. എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടുകയുള്ളൂ. അപ്പൊ അടുത്ത നല്ല റെസിപ്പിയോ വ്ളോഗായിട്ടൊക്കെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.